നമസ്കാരം. ദിവസങ്ങളോളം പോലീസിനെയും ഭരണ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച് ഒളിവിലിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി അർജുൻ ആയങ്കി ഒടുവിൽ വലയിലായത് സിനിമാ കഥകളെ പോലും വെല്ലുന്ന നാടകീയ രംഗങ്ങൾക്കൊടുവിലായിരുന്നു. പക്ഷേ ഈ ക്ലൈമാക്സ് വെള്ളിത്തിരയിലെ രംഗങ്ങളെ പോലും നാണിപ്പിക്കുന്നതായിരുന്നു. ഒരു സാധാരണ ഓട്ടോ ഡ്രൈവറുടെ സംശയവും ഒരു ഫോൺ കോളും എങ്ങനെയാണ് ഈ രക്ഷപ്പെടൽ കഥ തിരുത്തി എഴുതിയതെന്ന് കേട്ടാൽ അതിബുദ്ധിമാനാണ് എന്ന് ധരിച്ചിരുന്ന ആയങ്കിക്ക് പറ്റിയ ആനമണ്ടത്തരത്തെക്കുറിച്ച് മനസ്സിലാക്കാം. കണ്ണൂരിന്റെ മുക്കും മൂലയും പോലീസിനെ കൊണ്ട് അരിച്ചുപെറുക്കിയിട്ടും ആയങ്കിയെ കണ്ടെത്താൻ കഴിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കാര്യങ്ങൾ ഒരു ട്വിസ്റ്റ് എഫക്റ്റിൽ മാറുന്നത്. തളിപ്പറമ്പിലെ രഹസ്യ ലോഡ്ജിലായിരുന്ന ആയങ്കി തനിക്ക് വേണ്ടി പോലീസ് വല വിരിച്ചുവെന്ന് മനസ്സിലാക്കി അതിവേഗം അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. അടുത്ത നീക്കം അതിവേഗം ഒരു ഓട്ടോ വിളിച്ച് പയ്യന്നൂരിലേക്ക് പറന്നു. ഇവിടെയാണ് ആയങ്കിക്ക് ആ വില്ലൻ പിഴവ് സംഭവിക്കുന്നത്. തൻ്റെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിരുന്ന അയാൾ ഡ്രൈവറുടെ ഫോൺ വാങ്ങി ഉറ്റ സുഹൃത്ത് ജിതിനെ വിളിച്ചു. ഈ ഫോൺ സംഭാഷണത്തിൽ എന്തോ പന്തികേട് തോന്നിയ ആ ഓട്ടോ ഡ്രൈവർ ആയങ്കി ഇറങ്ങിയ ഉടൻ തന്നെ വിവരങ്ങൾ പോലീസിനെ അറിയിച്ചു. ഒരു നാടിൻ്റെ ആകാംക്ഷയുടെ ഭാരം ഏറ്റെടുത്ത ആ ഫോൺ വിളി നിർണായകമായി. ജിതിന്റെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് മിന്നൽ വേഗത്തിൽ നീങ്ങി. ആദ്യം നിഷേധിച്ചുവെങ്കിലും CCTV ദൃശ്യങ്ങൾ ജിതിന് മുന്നിൽ നിരത്തിയതോടെ സത്യം അങ്ങനെ പുറത്തായി. ജിതിന്റെ കാറിലാണ് ആയങ്കി യാത്ര ചെയ്തതെന്നും കണ്ണൂർ നഗരത്തിലെ ഒരു ലേഡി അഡ്വക്കേറ്റിന്റെ ഫ്ളാറ്റിലേക്കാണ് അയാൾ പോയതെന്നും ജിതിൻ തുറന്നു പറഞ്ഞു. ഉച്ചയ്ക്ക് 3:30 ആയങ്കി ഈ ഫ്ളാറ്റിൽ എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് കിട്ടി. പിന്നീട് അരങ്ങേറിയത് ഉഗ്രനൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു. രാത്രി 2 മണിയോടെ ആ ഫ്ളാറ്റിലേക്ക് ഇരച്ചെത്തിയ പോലീസ് സംഘം ആയങ്കിയെ പോക്കുകയായിരുന്നു. ദിവസങ്ങളോളം നീണ്ട ഒളിച്ചുകളിക്ക് ഇതോടെ തിരശീല വീണു. സൈബറിടത്തിൽ പോലീസിനെതിരെയുള്ള ആയങ്കിയുടെ പോസ്റ്റിടലും പോരുവിളിയും ഞായറാഴ്ചയിലേക്ക് നീണ്ടുപോകാതെ ശനിയാഴ്ച രാത്രി തന്നെ തടയണമെന്ന DIG കെ കാർത്തിക്കിന്റെ ഉറച്ച നിലപാടാണ് കൃത്യതയാർന്ന ഓപ്പറേഷന് വഴി തുറന്നത്. ആയങ്കി പുതിയ പോസ്റ്റുകളുമായി പോലീസിനെയും ക്രമസമാധാന പാലനത്തെയും വീണ്ടും പരിഹസിക്കുന്നത് നാണക്കേടാണെന്ന് വിലയിരുത്തിയ DIG ഞായറാഴ്ച വെളുക്കും മുൻപ് പ്രതി കൈക്കുള്ളിലാകണമെന്ന് സ്ക്വാഡിന് വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP P വിജയൻ എല്ലാം ഏകോപിപ്പിച്ചു. കേസിലെ നിർണായക വഴിത്തിരിവ് ലഭിച്ചതിന് പിന്നാലെ തന്നെ അർദ്ധരാത്രിയോടെയാണ് DIGയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പോലീസ് സംഘം ലേഡി അഡ്വക്കേറ്റിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയത്. തികച്ചും പഴുതടച്ച നീക്കങ്ങളായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഫ്ളാറ്റിന്റെ എല്ലാ എൻട്രി എക്സിറ്റ് പോയിന്റുകളും രഹസ്യമായി ഉപരോധിച്ച ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം അപ്പാർട്ട്മെന്റിലേക്ക് കടന്നത്. അതുവരെ എല്ലാ ഓപ്പറേഷനും അതീവ രഹസ്യമായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും നിർദ്ദേശം പോയിരുന്നു. അല്ലാതെ ആരും അറിഞ്ഞില്ല. പോലീസ് സാന്നിധ്യം തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ഫ്ളാറ്റിന്റെ പിന്നിലെ വഴിയിലൂടെയോ മറ്റ് താവളങ്ങളിലേക്കോ ഇറങ്ങിയോടാൻ രക്ഷപ്പെടാൻ അർജുൻ ആയങ്കി ശ്രമിച്ചു. എന്നാൽ ഫ്ളാറ്റിന് ചുറ്റും നിലയുറപ്പിച്ചിരുന്ന കണ്ണൂർ സ്ക്വാഡിലെ പോലീസുകാർ ഇയാളെ നിമിഷങ്ങൾക്കകം വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. പോലീസിന്റെ പെട്ടെന്നുള്ള മിന്നൽ പ്രതികരണത്തിൽ ആയങ്കിയുടെ എല്ലാ പ്രതിരോധ തന്ത്രങ്ങളും നിഷ്പ്രഭമായി. പോലീസിൽ നിന്നും ആയങ്കിക്ക് രഹസ്യം ചോർന്നു കിട്ടാതിരിക്കാൻ പ്രത്യേക കരുതൽ എടുത്തിരുന്നു. ഒരു പ്രമുഖ വനിതാ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റ് തന്നെ ഒളിത്താവളമായി തെരഞ്ഞെടുത്തതിലൂടെ പോലീസിന്റെ പരിശോധനയും സംശയങ്ങളും ഒഴിവാക്കാം എന്നായിരുന്നു ആയങ്കയുടെ കണക്കുകൂട്ടൽ. എന്നാൽ കേസിന്റെ ഗൗരവം ഉൾക്കൊണ്ട് വിവരങ്ങൾ ശേഖരിച്ച റൂറൽ SP സ്ക്വാഡും ടൗൺ പോലീസും ഫ്ളാറ്റിലേക്ക് ഇരച്ചുകയറാൻ യാതൊരു മടിയും കാണിച്ചില്ല. അഭിഭാഷകയ്ക്ക് ഇയാളുമായുള്ള ബന്ധവും ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയ പശ്ചാത്തലവും പോലീസ് വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു പോസ്റ്റും. ഈ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് വിജയൻ എന്നല്ല, ചെന്നിത്തല, രമേശ് ചെന്നിത്തല. സോയ്റ തൈത്താൻ സോൾവേൻ, സോൾറ തൈത്താൻ സെയ്വേൻ എന്ന തമിഴ് സിനിമ ഹിറ്റ് ഡയലോഗ് ഉദ്ധരിച്ചുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പോസ്റ്റ് നിമിഷങ്ങൾക്കകമാണ് തരംഗമായത്. പിടിക്കാമെങ്കിൽ എന്നെ പിടിച്ചോളൂ എന്ന് പോലീസിനോട് വീരവാദം മുഴക്കിയ ആയങ്കിക്ക് ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് കണ്ടോളൂ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നൽകിയ മുന്നറിയിപ്പാണ് പോലീസിന്റെ അടിയന്തരാക്ഷനായി മാറിയത്.
വെല്ലുവിളിച്ച് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ ഒരു വെടിയൊച്ച പോലും ഉതിർക്കാതെ പഴുതടച്ച കണ്ണൂർ ഓപ്പറേഷനിലൂടെ DIG കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആയങ്കിയെ ഫ്ളാറ്റിൽ നിന്ന് തൂക്കിയെടുത്തു.